ഹോളിവുഡ് സിനിമകളിൽ വെച്ചിട്ട് തന്നെ ദി വേസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മോശം ഒരു ആക്ഷൻ ജോണറിൽ വരുന്ന ഏറ്റവും മോശം സിനിമയാണ് ഗണ്ണർ എന്ന് പറഞ്ഞത്. ഭയങ്കര കണ്ടിരിക്കുക. അത് ഒന്നാമത് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. അത് നമ്മളെ കണ്ട് മടുത്ത് ക്ലീഷേ സാധനം. ഒരു നായകന്റെ രണ്ട് മക്കളെ തട്ടിക്കൊണ്ടുപോകണ്, അവരെ രക്ഷിക്കാനുള്ള പരിപാടികൾ, അവരറിയാതെ കുറച്ച് വില്ലന്മാരായിട്ട് കളിക്കാൻ നിൽക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഭയങ്കര ഒരു. പക്ഷെ എന്താണെന്ന് അറിയാം, ഇതിനൊക്കെ ഒരു ഹൈ മൊമെന്റ്സ് വേണ്ടേ. ഇത് വെറുതെ ഇങ്ങനെ നടക്കത്, ഇങ്ങനെ ഗണ്ണർ എന്നും പറഞ്ഞിട്ട് ഒരു ആള് ഇങ്ങനെ നടക്കുക. അങ്ങനെ ലൂക്ക് ഹെംസ്വർത്ത് ആണ് ചെയ്തിട്ടുള്ളത്, മറ്റേ ക്രിസ് ഹെംസ്വർത്തിന്റെ ബ്രദറാണ്. അങ്ങനെ ഇവന് ഇങ്ങനെ നടക്കുക എല്ലാ സിനിമയിലും തൊട്ടം ഇങ്ങനെ നടക്കുക. ആദ്യത്തെ ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ത്രില്ലിങ്ങും ഇല്ല, ഒരു ഇതിലും ഇങ്ങനെ ഇരിക്കും. 1.25 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക. അതിൽ ആകെ പറയാനുള്ളത് ഒരേ ഒരു സംഭവമാണ്. കുറച്ചൊന്ന് നല്ലതെന്ന് തോന്നിയത്, ഇതിൽ ലൂക്ക് ഹെംസ്വർത്ത് ഉണ്ടല്ലോ, ലൂക്ക് ഹെംസ്വർത്ത് ഇതില് ഒരു ഇബ്രാഹിം ലൂക്ക് ഹെംസ്വർത്തിന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകല്ലോ. തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജയിലിൽ പോയിട്ട് ഈ മെയിൻ വില്ലന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുവന്നിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട്. അതായത് മക്കൾ ഇങ്ങോട്ട് കൊടുത്താൽ അച്ഛൻ അങ്ങോട്ട് കൊടുക്കാന്നുള്ള ഒരു സീനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പോൾ അവിടെ കൂടെ കുറച്ച് 2-3 ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. ഒരു ഇൻസിഡന്റ് 2-3 ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. ആകെ 1.25 മണിക്കൂറിൽ ആകെ നല്ലതെന്ന് തോന്നിയത് അത് മാത്രമാണ്. ബാക്കിയൊക്കെ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഭയങ്കര വി എഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിവുഡ് ആണ്. ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കണ്ടിരിക്കുന്നത് നമുക്ക് തോന്നുന്നതായിട്ട് വി എഫ് എക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര അധികം മോശം ലോ ക്വാളിറ്റി വി എഫ് എക്സ്. പ്രത്യേകിച്ച് ഒരു പ്ലെയിനിൽ നിന്നൊക്കെ ചാടുമ്പോൾ നല്ല പാരച്ചൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു സീൻ ഉണ്ട്. ഇറ്റ പൊന്നോ. അതേപോലെ തന്നെ ചില എക്സ്പ്ലോഷൻസ് ഒക്കെ വരുമ്പോൾ ഉള്ള ഭയങ്കര വീക്ക് സിനിമാറ്റോഗ്രാഫി, വീക്ക് ഡയറക്ഷൻ, ഭയങ്കര മോശം ആക്ടിങ്. അങ്ങനെ മൊത്തത്തിൽ എങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാതെ എടുത്ത് വെച്ചൊരു സിനിമ. എനിക്ക് ഒരു രീതിയിലും ഒരു സ്ഥലത്ത് പോലും ആകെ ഞാൻ പറയല്ലോ, ഈ ട്രേഡ് ചെയ്യാൻ നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ചെങ്കിലും എൻഗേജിങ് ആയി തോന്നിയത്. അത് മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊരു എക്സ്പെക്ടേഷൻസോട് കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് കയറിയൊരു സിനിമയും കൂടിയാണത്. കാരണം ക്രിസ് ഹെംസ്വർത്തിന്റെയും ലിയാം ഹെംസ്വർത്തിന്റെയും മൂവി ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്രിസ് ഹെംസ്വർത്തിന്റെ കുറെ മൂവീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റേ ലൂക്ക് ഹെംസ്വർത്തിന്റെ സിനിമ എപ്പോഴാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണമെന്നുള്ള അറിയില്ല. പിന്നെ ലിയാം ഹെംസ്വർത്തിന്റെയാണ് ലാൻഡ് ഓഫ് ബാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമ. പക്ഷെ അതേപോലെ ഒന്നും അല്ലത്. ഇതെന്നറിയോ, ക്ലീഷേ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും അതിലൊരു ഹൈ മൊമെന്റ്സ് ഒക്കെ വേണ്ടേ. ഇതൊന്നും ഇല്ല, അത് ഇങ്ങനെ പോകും തന്നെ. പിന്നെ ഇതിന്റെ BGM ആണ് ഏറ്റവും വലിയ കോമഡി. BGM എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ജീരക സോഡ വാങ്ങാം. ജീരക സോഡ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടണ ഒരു കുപ്പിയിലാവുമല്ലോ ജീരക സോഡ പൊതുവെ കിട്ടുക. അതാണ് കുടിച്ച് തീർക്കുക. ഇത് ജീരക സോഡ കുടിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്ത് ടൈം ഇങ്ങനെ കൊട്ടുമ്പോൾ ഒച്ചല്ലേ, ആ ഒച്ചേനെ ഇടക്കിടക്ക് ടൈം ടൈം തന്നെ 24 മണി. അത് വെറുതെ ഇതിൽ ഇങ്ങനെ ഒരാളിങ്ങനെ വെറുതെ നടന്നിങ്ങനെ വരുമ്പോൾ വെറുതെ മ്യൂസിക്. ഇവരെന്താ കുറച്ച് മ്യൂസിക് ഉണ്ടാക്കി വെച്ചിരിക്കണം. അതെങ്ങനെയാണ് ഇതിൽ അവിടെയും കൂടിയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച മ്യൂസിക് പോലെ, അല്ല സിനിമക്ക് അനുസരിച്ച് ഉണ്ടാക്കിയ മ്യൂസിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി തീരെ എന്ന് വെച്ചാൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അത്രയും ബോറടിച്ചിട്ട് ഒരു ഹോളിവുഡ് മൂവി ഞാൻ കണ്ടിട്ടില്ല. അത്ര അധികം മോശമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു സിനിമയാണിത്. ഞാൻ വിചാരിച്ച് അത് ചിലപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ 1.4 സ്റ്റാർ ആണ് ആകെ ഇതിന് വന്നിട്ടുള്ള റേറ്റിംഗ്. ഒരു ആവറേജ് സിനിമക്ക് കിട്ടും 3 സ്റ്റാർ റേറ്റിംഗ്. പക്ഷെ അതിന്റെ പകുതി ഇതിന് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മാത്രമല്ല ഇത് തോന്നിയിട്ടുള്ളതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഞാനത് നോക്കിയിട്ടല്ല ഇത് പറയണത്. പക്ഷെ ഈ സിനിമ എങ്ങനെയാണ് മനസ്സിലായി, ഒരു സ്ഥലത്തോ ഹൈ മൊമെന്റ് ഇല്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിലേക്ക് ഭയങ്കര ക്ലീശ സ്ക്രിപ്റ്റും കൂടി ആകുമ്പോൾ ആ ഒരു സിനിമന്റെ അവസ്ഥ എന്താവും, ആ അവസ്ഥ ഈ ഗണ്ണർ എന്ന് പറഞ്ഞ സിനിമന്റെ ഒരു അവസ്ഥ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചിലപ്പോൾ മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ സിനിമ ഇതിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇത് ഇങ്ങനെ ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു സിനിമയാണിത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.